Jackie, Srikanth. Srikanth, inga va. Thank you. Okay. അടിച്ച് പൊളിച്ചിട്ടോ. Thank you. ഓക്കെ, നമുക്ക് കമന്റ്സിലേക്ക് പോകാം. മാസ്റ്റർ വെരി ഗുഡ് എനർജി സൂപ്പർ ആയിരുന്നു സാർ. സോങ്ങാണ് നല്ല ബീറ്റ് നല്ല ചെയ്തു. കോർഡിനേഷൻ കുറച്ച് കുറവാണ്, കുറച്ച് കുറവായിരുന്നു. അതർവൈസ് ഇറ്റ്സ് വെരി ഗുഡ്. ഗുഡ്. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. ശാന്തി മാസ്റ്റർ. ഹായ് ജാക്കി, ശ്രീകാന്ത് വളരെ നന്നായിരുന്നു. എന്തോ ഒരു ചെറിയ ഇത് ഉണ്ടായി, അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ നല്ലത്, നമ്മൾ പറയുന്നില്ല. ജാക്കി ഒരു പ്രാവശ്യം പറയണം, ശ്രീകാന്ത് ഒരു പ്രാവശ്യം പറയണം. ജാക്കി പറയൂ. ആ, അത് എവിടെ വെച്ചിട്ടാണ്? തുടക്കത്തിൽ ഒരു ചാട്ടം വിട്ടുപോയി. രണ്ടുപേരും ചാടേണ്ടതിൽ ജാക്കി ചാടിയില്ല, ശ്രീകാന്ത് ചാടി. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് എവിടെയാ തെറ്റിയേ? ഇടയ്ക്ക് ഈ കൈ ഇത് ചെയ്യുമ്പോൾ അല്ലേ, അത് മാത്രം അത് മനസ്സിലായി. പക്ഷേ എന്നാലും അതൊരു വലിയൊരു ദൃഷ്ടി തന്നെയായിരുന്നു. എന്താണെന്നറിയോ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും നല്ല പെർഫോമൻസസ് ആണ് നിങ്ങൾ കാഴ്ചവെക്കാറ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു ഭയങ്കര ഒരു പ്രതീക്ഷയോടെയാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിലേക്ക് വരുമ്പോൾ. അപ്പം ഇടയ്ക്ക് ആ ഫ്ലോ വരുമ്പോൾ എനിക്ക് ആക്ച്വലി എപ്പോഴും ഒരു സങ്കടം വരാറുണ്ട്. അയ്യോ, എന്തുകൊണ്ടാണ്? ബുദ്ധിമുട്ടാണ് മോനോ, ഇത് ഈസി അല്ല. ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഇതെല്ലാം കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എളുപ്പമാണ്, പക്ഷെ അവിടെ വന്നിട്ട് ഡാൻസ് ചെയ്താലേ ഇത്രയും ഒരു ഫാസ്റ്റ് ബീറ്റ്, ഇത്രയും നമ്മുടെ എനർജിയൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു പെർഫോമൻസ് ബുദ്ധിമുട്ടാണ്. നന്നായിരുന്നു, ബോയ്സ് എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിൽ കളിച്ച ഇവരെ പോലെ തന്നെ അതേ ഈക്വൽ പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും. വളരെ നന്നായിരുന്നു. താങ്ക് യു മാസ്റ്റർ. ലൈല മജ്നു. ഹായ് ജാക്കി, ശ്രീകാന്ത്. കുറച്ച് പ്രോബ്ലം വന്നു അല്ലേ? ഡാൻസേഴ്സ്, ഗ്രൂപ്പ് ഡാൻസേഴ്സ് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, കോർഡിനേഷൻ. പിന്നെ എഡിറ്റിംഗ് ಇನ್ನೂ കുറച്ച് ബെറ്റർ ആയിട്ട് ഉണ്ടാവാം. നിങ്ങൾ ചെയ്ത എഡിറ്റിംഗ് പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് ഡൗൺ ആവണം, പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് മുകളിൽ പോകണം. പിന്നെ ഇത്രയും നല്ല പെർഫോമൻസ് കൊടുത്തിട്ട് ജാക്കി, ശ്രീകാന്ത് ഇതുപോലെ ചെയ്യുന്നത് ഈ ടൈം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളെ പെർഫോമൻസ് നിങ്ങൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്ത് ഡാൻസ് വൈസ് എല്ലാം ഓക്കെയാണ്, പക്ഷെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ കളിക്കില്ല. നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് വേ ഓഫ് ഡാൻസിങ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് പേഴ്സണലായിട്ട് പറയുന്ന നിങ്ങൾ എന്തിനാ ഇതുപോലെ കളിച്ചു എന്ന് എനിക്ക് അറിയില്ല. യു ആർ നോട്ട് ടു ദ മാർക്ക്. ഇന്ന് നിങ്ങൾ അത്രയും ഞാൻ വിചാരിച്ച പോലെ ഇന്ന് ജാക്കി, ശ്രീകാന്ത് എനിക്ക് പേഴ്സണലായിട്ട് പെർഫോം ചെയ്തിട്ടില്ലാന്ന് ഞാൻ തോന്നുന്നുണ്ട് ഉള്ളിൽ. നീ മിസ് ചെയ്തു, ജാക്കി മിസ് ചെയ്തു, പിന്നെ ശ്രീകാന്ത് മിസ് ചെയ്തു. കൊറിയോഗ്രാഫി അത് തന്നെ, എഡിറ്റിംഗ് വൈസിൽ കുറച്ച് കൊറിയോഗ്രാഫി കുറച്ച് ഇതുവായിരുന്നു. പിന്നെ കോർഡിനേഷൻ. പക്ഷേ നിങ്ങൾ അത്രയും എനർജി കൊടുത്ത് ആടിയത് അത്രേ ഉള്ളൂ. ബട്ട് എനിക്ക് ഓക്കെ പെർഫോമൻസ്. താങ്ക് യു ലൈല മജ്നു. റോമിയോ ജൂലിയറ്റ്. ഈ സോങ്ങിൽ എനിക്ക് വളരെ ഇഷ്ടമായത് നിങ്ങളുടെ എക്സ്പ്രഷൻസ് ആണ്. വെരി വെരി ക്യൂട്ട് എക്സ്പ്രഷൻസ് യു ബോത്ത് ഡിഡ്. ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് ടോട്ടൽ കോസ്റ്റ്യൂംസ് എല്ലാം நல்லா இருந்தது. കോറിയോഗ്രാഫിക് വാസ് വെരി നൈസ്, ബട്ട് ലിറ്റിൽ ഫ്ലോസ്. ആൻഡ് ജാക്കി ആൻഡ് ശ്രീകാന്ത് അവിടെ മറന്നു പോയി. വെൻ യു ആർ ഗോയിങ് ടു ദ അപ് ടു ലെവൽ പോയാൽ യു ഷുഡ് നോട്ട് ഫർഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇൻ സെക്കൻഡ് ലെവൽ സ്റ്റേജ്. എന്തായാലും 1-2 സ്റ്റെപ്സ് ഒക്കെ പോയി. ഹാപ്പൻസ്. കാര്യം ഞങ്ങൾ എല്ലാവരും പെർഫോം ചെയ്തതാണ് സ്റ്റേജിൽ. അപ്പം ഞങ്ങൾക്കറിയാം ഇത് ഇവിടെ ഇരുന്ന് ചാരി ഇരുന്ന് അത് കൊള്ളാം, കുറച്ചും കൂടെ നന്നാക്കണമെന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല ഒരു ഡാൻസ് ചെയ്യുന്നത്. എങ്കിലും ഒരു കോമ്പറ്റീഷനാണ്. ഇത്രയും പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എലിമിനേഷനൊക്കെ വരുമ്പോഴും എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ ഒരിക്കലും ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ നല്ല പെർഫോമൻസ് കൊടുത്തിട്ട് ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് പ്രാക്ടീസ് കുറഞ്ഞു പോയിട്ടോ ജാക്കി മറന്നുപോയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് വേറൊരു മൂവ്മെന്റ് ചെയ്തിരുന്നെങ്കിലും ഓക്കെ, ഇത് മറന്നുപോയി ഒരു സ്റ്റാർട്ടിങ്, അത് പ്രാക്ടീസിന്റെ കുറവാണോ എന്താണെന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും വരരുത്. കാര്യം അത് ഞങ്ങൾക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും എല്ലാവർക്കും വിഷമം തോന്നും. അത് മാത്രമേ ഉള്ളൂ. All the best. Take it in a positive way. Work hard for the next round. All the best. ജോൺ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾക്ക് പേടി ഉണ്ടാവും. ഞങ്ങൾ
എപ്പോഴാണ് ഒരു വാട്ടിയാണ് കയറുന്നുണ്ട് സ്റ്റേജിൽ, നിങ്ങൾ ഡെയിലി കയറുന്നുണ്ട് സ്റ്റേജിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ പേടി എന്താണ് എനിക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ ആ മിസ്റ്റേക്ക് ചെയ്താൽ അത് നമ്മൾ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് യു യൂഷ്വലി ഡാൻസ്, ഓൾവേസ് യു യൂഷ്വലി ഡാൻസ്. നിങ്ങൾ ആ ബ്ലഡിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ബിക്കോസ് എവറി ഡേ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ജഡ്ജസ് അതുപോലെ അല്ലല്ലോ, നിങ്ങൾക്ക് അത് മനസ്സിലാവണം, നിങ്ങൾക്ക് പേടി. പക്ഷെ നിങ്ങൾക്ക് എന്തിനാ ആ പേടി ഉണ്ടാവണം? അതും ഈ കോമ്പറ്റീഷനിൽ കോൺഫിഡൻസ് വേണമല്ലേ? ആ സിംഗം പവർ എവിടെ പോയോ? സിംഗത്തോടെ പോയോ? ആ അത് തന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്സിലേക്ക് പോകാം അല്ലേ? മാസ്റ്റർ എത്രയാണ്? 8.5. 8.5 out of 10. ശാന്തി മാസ്റ്റർ 9 on 10. 9 on 10. Leila Majnu 8.5 on 10. 8.5 out of 10. Romeo Juliet 8.5. 8.5 out of 10. So total marks 34.5 out of 40. Full marks മേടിക്കായിരുന്നു. ചെറിയ പ്രശ്നം കാരണല്ലേ? അത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഓക്കെ, താങ്ക് യു മാസ്റ്റർ. സെക്കൻഡ് ലെവൽ ഓഫ് പെർഫോമൻസിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു സർപ്രൈസിങ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. എല്ലാരും കണ്ടത് വേറാണ്, ഞാൻ കണ്ടത് വേറാണ്. ದಿ ಬೆಸ್ಟ್ ಎನರ್ಜಿ ಇದು. ಥ್ಯಾಂಕ್ ಯು ಸರ್, ಸೂಪರ್. അബ്ബാ, എന്ത് ഒരു ഡാൻസോ! അയ്യോ, ഇങ്ങനെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല സ്ട്രൈറ്റ് ആയിട്ട്. വളരെ നല്ലായിരുന്നു. എൻ്റെ ഗുരു ഇത്രയും പറഞ്ഞു, എനിക്ക് അതിൽ കുറഞ്ഞിട്ട് ഒന്നും പറയാനില്ല.